കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 29. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള 21ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ടാണ് നിർത്തിയത്. അതിലെന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾ സാധാരണ നിലയ്ക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഭയം കൊണ്ടോ ശോകം കൊണ്ടോ നമ്മൾ ഭയന്നോടെ ശോകം കൊണ്ട് കരയെ ചെയ്യുന്നതൊക്കെ സാധാരണ വ്യർത്ഥമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഭയശോകാദികൾ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ആ വികാരങ്ങൾ പോലും ഫലാപേക്ഷ കൂടാതെ എനിക്കർപ്പിച്ചാൽ അവയും ഭാഗവതധർമ്മം തന്നെ ആയിത്തീരും എന്നാണ് ഭഗവാൻ നമ്മളോട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. എല്ലാ വികാരങ്ങളും എന്നിലേക്ക് അർപ്പിക്കൂ എന്ന് പറഞ്ഞു അല്ലേ നമ്മളോട്. ഇനി 22. ഏഷാ ബുദ്ധിമതാം ബുദ്ധിർ മനീഷാ ച മനീഷിണാം യസ് സത്യം അനൃതേനേഹ മർത്തേനാപ്നോതി മാമൃതം. 22. അധൃതേന എന്ന് വെച്ചാൽ എന്താ? അനൃതേന എന്നാണ് കേട്ടോ അല്ലേ. അതെ, അനൃതേന, തെറ്റി അച്ചടിച്ചിരുന്നു. അനൃതേന അനൃതം സത്യമല്ലാത്തത്, അസത്യമായതും മർത്യന, മർത്യൻ വെച്ചാൽ മരണം ഉറപ്പായിട്ടുള്ള ആൾ മർത്യൻ അല്ലേ. മർത്യനാലും അങ്ങനെയുള്ള മരണം നിശ്ചയമായിട്ടുള്ള ഈ ശരീരത്തിൽ നർത്ഥം. മർത്യന അതായത് സത്യമല്ലാത്തതും മരണത്തിന് അധീനനുമായ ഈ ശരീരത്തിൽ ഈ ജന്മത്തിൽ തന്നെ സത്യം അമൃതം അതായത് സത്യവും അമൃതവുമായ എന്നെ പ്രാപിക്കുന്നു. എന്നെ അതായത് ഞാൻ അമൃതത്വമാണല്ലോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നാശമില്ലാത്ത സത്യമാണ്, നിത്യസത്യവും അമൃതപൂർണനുമായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കുന്നു. ഈ ജന്മത്തിൽ തന്നെ യദ് എന്നത് ഏതൊന്നുണ്ടോ ഏഷ ഇതുതന്നെ ബുദ്ധിമതാം ബുദ്ധിമാന്മാരുടെ ബുദ്ധി വിവേകം മനീഷിനാം സമർത്ഥന്മാരുടെ മനീഷാച്ച സാമർഥ്യവും. എന്താണ് 22 പറയുന്നത് വെച്ചാൽ, ഈ നിത്യസത്യ ബുദ്ധ സ്വരൂപനും നിത്യസത്യ ആനന്ദ സ്വരൂപനും എന്താ പറയുക, നിത്യവും സത്യവും എന്ന് പറഞ്ഞാൽ അതെ, അതായത് ആയിട്ടുള്ള എന്നെ അമൃതത്വം നൽകുന്നവനുമായ എന്നെ നമ്മുടെ ദേഹമാണെങ്കിലോ നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്ന ഈ ശരീരം കൊണ്ട് പ്രാപിക്കുക എന്നത് തന്നെയാണ് ഈ വിവേകമുള്ളവരുടെയും അത് സാധിക്കണത് തന്നെയാണ് വിവേകികളുടെ ഒരു ലക്ഷ്യം. അതാണ് പറഞ്ഞത്, വിവേകികൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം ശരീരം നശ്വരാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ഭഗവാൻ എന്താ പറഞ്ഞ വെച്ചാൽ, ഇതിനെ സാധ്യജന്മാന്ന് വിചാരിച്ചിട്ട് വിവേകികൾ എന്ത് ചെയ്യും? ഇതെൻ്റെ സാധ്യജന്മാണ്, എനിക്ക് ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വിവേകികൾ മരണം ധർമ്മമായിട്ടുള്ള വിവേകിയായ ഈ നശ്വരമായ ശരീരം കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ എന്നെ പ്രാപിക്കും. അതാണ് ബുദ്ധിമാന്മാർ വെച്ചാൽ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഇത് സാധിക്കുന്ന, അതായത് അസത്യവും നശ്വരവുമായ ഈ ദേഹം കൊണ്ട് സത്യവും അമൃതവുമായ എന്നെ പ്രാപിക്കുക തന്നെയാണ് വിവേകികളുടെ വിവേകവും സമർത്ഥന്മാരുടെ സാമർഥ്യവും എന്ന് പറയാം. വിവേകികളുടെ വിവേകം എന്താണ്? നല്ല മിടുക്കന്മാരുടെ മിടുക്ക് എന്താണ്? ഈ ജന്മത്തിൽ തന്നെ എന്നെ പ്രാപിക്കും. എൻ്റെ ഈ നശ്വരമായ ദേഹം കൊണ്ട്, അസത്യവും നശ്വരവും ആയ എൻ്റെ ഈ ദേഹം കൊണ്ട് ഞാൻ സത്യവും നിത്യവുമായ ഭഗവാനെ പ്രാപിക്കും എന്നുള്ള ആ ഡിറ്റർമിനേഷൻ തന്നെയാണ് ഏതൊരു വിവേകിയുടെ വിവേകവും ഏതൊരു മിടുക്കൻ്റെ മിടുക്കും അല്ലെങ്കിൽ സമർത്ഥൻ്റെ സാമർഥ്യവും എന്ന് പറയുകയാണ് ഭഗവാൻ. എന്താ ഒരു വിവേകിയുടെ വിവേകം? ഞാൻ ഈ ജന്മം തന്നെ എൻ്റെ ഈ നശ്വരവും അസത്യവുമായ ദേഹം ഉപയോഗിച്ച് ആ സത്യവും അമൃതവുമായ ആ ഭഗവാനെ ഞാൻ പ്രാപിക്കും. എത്ര നല്ലതാണല്ലേ. ഏഷാ ബുദ്ധിമതാം ബുദ്ധിർ മനീഷാ ച മനീഷിണാം യസ് സത്യമനൃതേനേഹ മർത്തേനാപ്നോതി മാമൃതം. ഇനി
ഏഷ തേ വിഹിത കൃഷ്ണോ ബ്രഹ്മവാദസ്യ സംഗ്രഹ സമാസവ്യാസവിധിന ദേവാനാമപി ദുർഗമ. 23 നമുക്ക്. ദേവാനാം അപി, ദേവന്മാർക്ക് പോലും ദുർഗമം, അറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടുള്ള ബ്രഹ്മവാദസ്യ, ഈ വേദാന്ത രഹസ്യം, സംഗ്രഹ കൃഷ്ണ, ചുരുക്കി ഞാൻ മുഴുവനും, ഏഷ ഇതാ, സമാസവ്യാസവിധിന, വിസ്താരമായിട്ടും വീണ്ടും ആദ്യം ഒന്ന് വിസ്തരിച്ചിട്ടും ഇപ്പം അത് ബ്രീഫായിട്ടും തേ നിനക്ക് അഭിഹിത ഉപദേശിക്കപ്പെട്ടു. എന്താ ഭഗവാൻ പറയണറിയോ? ഞാൻ പിന്നെ ഉദ്ധവ, ദേവന്മാർക്ക് പോലും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ പിന്നെ സംസാര രഹസ്യം തന്നെ ഞാൻ നിനക്ക് വിസ്തരിച്ചും അത് കഴിഞ്ഞ് പിന്നെ ചുരുക്കിയും ഇതാ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഏഷ തേ വിഹിത കൃഷ്ണോ ബ്രഹ്മവാദസ്യ സംഗ്രഹ സമാസവ്യാസവിധിന ദേവാനാപി ദുർഗമഃ അഭീക്ഷ്ണശസ്തേ ഗദിദം ജ്ഞാനം വിസ്പഷ്ടയുക്തിമദ് ഏതദ്വിജ്ഞായ മുച്ഛേദാ പുരുഷോ നഷ്ടസംശയഃ. 24. ജ്ഞാനം, തത്വജ്ഞാനവും വിസ്പഷ്ടയുക്തിമത്, വളരെ വ്യക്തമായ ലോജിക്ക് ഉപയോഗിച്ചിട്ട്, ലോജിക്കോട് കൂടിയും തേ നിനക്ക് അഭീക്ഷ്ണശഃ, ക്ഷണം തോറും ഗതിതം ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നല്ല യുക്തിയുക്തമായിട്ട് നിനക്ക് എല്ലാം പറഞ്ഞു തന്നു. ഇത് വിജ്ഞായ, അറിഞ്ഞ അനുഭവമായിട്ട്, വിജ്ഞായ പറയേണ്ടത്, ഇതറിഞ്ഞ അനുഭവമായിട്ട് എന്താ, പുരുഷൻ നഷ്ടസംശയ, സംശയം തീർന്നവനായിട്ട് മുച്ചേത, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇപ്പം ഞാൻ പിന്നെ അങ്ങക്ക് പറഞ്ഞു തന്നില്ലേ, അതായത് ഞാനിപ്പം അങ്ങക്ക് വളരെ യുക്തിയുക്തമായിട്ട് ഈ ജ്ഞാനം ഞാൻ പറഞ്ഞു തന്നു അങ്ങക്ക്. ഏറ്റവും പിന്നെ ഉത്തമമായിട്ടുള്ള ജ്ഞാനം ഞാൻ അങ്ങക്ക് വിസ്തരിച്ചും ചുരുക്കിയൊക്കെ പറഞ്ഞു തന്നു. മനുഷ്യൻ ഇത് അറിഞ്ഞിട്ട് അനുഭവമായിട്ട് ഇതൊരു മനുഷ്യനെ അറിഞ്ഞ അനുഭവമായാൽ എല്ലാ സംശയങ്ങളും തീർന്ന് അയാൾ മുക്തനായിത്തീരുന്നു. അതായത് ഉദ്ധവനും മുക്തനാവാം എന്നർത്ഥം. എന്താണ് ഇനി വേറൊന്നും കൂടി പറയേണ്ട ഒരു ഫലശ്രുതിയായിട്ട് കേട്ടോ, അത് നമുക്ക് നോക്കാം. അപ്പം ഈ ജ്ഞാനം അറിഞ്ഞ് അനുഭവിക്കുന്ന ആളുടെ എല്ലാ സംശയങ്ങളും നീങ്ങിയിട്ട് അയാളെ വേഗം മുക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിലധികം ഒരു വലിയ അറിവില്ല. ഇതറിഞ്ഞാൽ ഇനി അറിയാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയാണ്. ഇത് അനുഭവമായാൽ ഇനി അനുഭവിക്കാനായിട്ടൊന്നുമില്ല എന്നർത്ഥം. അഭീഷ്ണശസ്തേ ഗതിദം ജ്ഞാനം വിസ്പഷ്ടയുക്തിമദ് ഏതദ്വിജ്ഞായ മുച്ഛേദാ പുരുഷോ നഷ്ടസംശയ. ഒരു സംശയത്തിനും ഇടയില്ല പിന്നെ. 25. സുവിവിക്തം തവ പ്രശ്നം മയൈതദഭിധാരയേത് സനാതനം ബ്രഹ്മഗുഹ്യം പരം ബ്രഹ്മാധിഗച്ഛതി. 25. മയാ സുവിവിക്തം, എന്നാൽ വേണ്ട പോലെ പറയപ്പെട്ട, വിവിക്തം എന്ന് പറഞ്ഞുവല്ലോ, അതായത് വിസ്തരിച്ചൊക്കെ പറഞ്ഞു കൊടുത്തുവല്ലോ. തവ നിൻ്റെ പ്രശ്നം, ചോദ്യം, ഏതത് അഭി ഈ ഉപാഖ്യാനത്തിനെയും ധാരയേത് അത് ഇപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ, ഈ നമ്മൾ തമ്മിലുള്ള ഈ ഇതുണ്ടല്ലോ സംവാദം, അതിനെയും അത് അനുസന്ധാനം ധാരയത്, ആരാണ് അതിനെ എപ്പോഴും ഇങ്ങനെ ധ്യാനിക്കുന്നത്, അവൻ സനാതനം അനാദിയും ബ്രഹ്മഗുഹ്യം വേദങ്ങളിൽ രഹസ്യമായി പറഞ്ഞതും ആയിട്ടുള്ള പരബ്രഹ്മത്തിനെ പരബ്രഹ്മം തന്നെയാണ് ആ ആളുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് അധികച്ചതി അറിയുന്നു എന്ന്. എന്താണ് ഭഗവാൻ പറയണത്? ഇപ്പോൾ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്ന ഈ ഒരു സംവാദത്തിൽ കൂടി ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള സംവാദം ഇപ്പോൾ നമ്മൾ കണ്ടുല്ലോ. അതായത് എന്നാൽ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലുള്ള ഈ സംവാദം ആരാണ് ധ്യാനിക്കുന്നത്? ആ പുണ്യാത്മാവ്, അല്ലെങ്കിൽ അതാരാണ് കേൾക്കണ, അതിനെപ്പറ്റി ആരാണ് മനനം ചെയ്യുന്നത്, അതൊക്കെ ഉള്ള ആ പുണ്യാത്മാവ് വേദത്തിൻ്റെ മുഴുവൻ
രഹസ്യം ആയിട്ടുള്ളതും നമ്മൾ പറയുന്ന സനാതനമായിട്ടുള്ള ആ സത്യവും പരബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു എന്നാണ്. ഇത് നമ്മൾ തമ്മിലുള്ള ഈ സംവാദത്തിനെ പിന്നെ വായിക്കുകയും പിന്നെ പറയുകയും മനനം ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് കഴിഞ്ഞ് മനസ്സിലാവണ സമയത്ത് ശ്രമിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള പുണ്യാത്മാവ് തീർച്ചയായിട്ടും ആ ബ്രഹ്മ ഐക്യത്തിന് അർഹനായിത്തീരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അത്ര പ്രധാനമാണ് ഈ ഉദ്ധവോപദേശം എന്നർത്ഥം. സുവിവിക്തം തവ പ്രശ്നം മയൈതത് അഭിധാരയേത് സനാതനം ബ്രഹ്മഗുഹ്യം. അത്ര രഹസ്യമായിട്ടുള്ള ഇത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. അത് മനനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യണ ആൾക്ക് ബ്രഹ്മൈക്യം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്ന്. പരം ബ്രഹ്മാധിഗച്ഛതി. ഇനി 26. ഏതന്മമ ഭക്തേഷു സമ്പ്രദദ്യാത്സു പുഷ്കലം യസ്യ തസ്യാഹം ബ്രഹ്മദായസ്യ ദദാമ്യാത്മാനമാത്മന. 26. ഏതത് ഈ ഏതൊരാൾ ഈ സംവാദത്തെ സുപുഷ്കലം മുഴുവനും മമ ഭക്തേഷു എൻ്റെ ഭക്തന്മാർക്ക് സംപ്രദദ്യാത് ഉപദേശിക്കുന്നുവോ പറഞ്ഞു കൊടുക്കുന്നുവോ തസ്യ ബ്രഹ്മദായസ്യ ആ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നവന് അഹം ഞാൻ ആത്മന സ്വയമായി ആത്മാവിനെ ദദാമി നൽകുന്നു. എന്താ ഭഗവാൻ പറയണേ? ഏതൊരാളാണ് ഇത് എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നത്, ആ ബ്രഹ്മത്തെ ഉപദേശിക്കുന്ന പുണ്യാത്മാവിന് ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ, അതായത് ഭഗവാനെ തന്നെ നൽകുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു ഇതറിയുന്ന ആളെ സംശയങ്ങളിൽ നിന്ന് മുക്തനാവുമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് പറഞ്ഞു ഉദ്ധവൻ്റെ ചോദ്യവും ഞാൻ അതിന് പറഞ്ഞ ഉത്തരവും ശരിക്ക് ഗ്രഹിച്ചാൽ പിന്നെ എല്ലാ രഹസ്യവും അറിഞ്ഞ ആളായി. ആ ആൾക്ക് ബ്രഹ്മൈക്യം ഉണ്ടാവുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ബ്രഹ്മൈക്യത്തിന് അർഹനാവുന്നു. ഈ ജ്ഞാനം പൂർണ്ണമായിട്ട് എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്ന ആ പുണ്യാത്മാവിന് ഞാൻ എന്നെ തന്നെ നൽകും എന്ന് പറയുകയാണ് ഭഗവാനെ. അത്രയ്ക്ക് ഭക്തവത്സലനാണ് ഭഗവാൻ. ഫലശ്രുതി പോലെയാണ് കേട്ടോ പറയണത്. ഈശ്വരാ ഏതന്മമ ഭക്തേഷു സമ്പ്രദദ്യാത് സുപുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദാമ്യാത്മാനമാത്മന. ഞാനിത് വായിച്ച് പറയണത് പോലെയൊക്കെ എല്ലാ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഏതത് സമധീയീത പവിത്രം പരമം ശുചി സ പൂയേതാഹരഹർമാം ജ്ഞാനദീപേന ദർശയൻ. 27. പരമം ശുചി, എല്ലാറ്റിലും വെച്ച് ശുചിത്വവും എല്ലാറ്റിലും വെച്ച് ഉത്തമവും പരിശുദ്ധവും പവിത്രം, ബാക്കിയുള്ളവരെ ശുദ്ധീകരിക്കാൻ പോന്നതും ഏതത് ഈ ഉപാഖ്യാനത്തിന്, ഈ സംവാദത്തിന് യഹ സമധീത ആര് ഉറക്ക വായിക്കുന്നുവോ സഹ അഹരഹ അവൻ ഓരോ ദിവസവും ജ്ഞാനദീപേന ജ്ഞാനമാകുന്ന വിളക്കാൽ മാം ദർശയൻ എന്നെ അന്യർക്കും കാണിച്ചുകൊണ്ട് മാം ദർശയൻ പൂയേത വളരെ പരിശുദ്ധമായി ഭവിക്കുന്നു. എന്താണ് ഭഗവാൻ ഇതിൽ പറയണ വെച്ചാൽ നമുക്കൊരു ഫലശ്രുതി പോലെ ഭഗവാൻ പറയാൻ കേട്ടോ. പരമപവിത്രമായിട്ടുള്ള ഈ ഞാനും ഉദ്ധവനുമായിട്ടുള്ള ഈ സംവാദം ആരാണ് എല്ലാ ദിവസവും നല്ലോണം ശ്രദ്ധയോടെ പഠിക്കുകയും ആ ജ്ഞാനദീപം ഇത് കേൾക്കുന്നവർക്കും ഈ ജ്ഞാനദീപം കാണിച്ചു കൊടുക്കുകയും ചെയ്യണ ആ ആള് തീർച്ചയായിട്ടും വളരെ പരിശുദ്ധനായി തീരും എന്ന് പറയണം ഭഗവാൻ. ഏതൊരാളാണ് വളരെ പരിശുദ്ധവും ബാക്കിയുള്ളവരെ ശുദ്ധീകരിക്കാൻ പോന്നതും ആയിട്ടുള്ള ഈ ഭഗവാനും ഉദ്ധവനും തമ്മിലുള്ള സംവാദത്തെ ആരാണ് ദിവസേന അത് വായിക്കുകയും ഈ ജ്ഞാനദീപത്തിൻ്റെ വെളിച്ചം ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്, ആ ആള് സ്വയം പരിശുദ്ധനായിട്ട് ബാക്കിയുള്ളവരെയും ശുദ്ധീകരിച്ചുകൊണ്ട് സ്വയം പരിശുദ്ധനായിത്തീരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ.
യ ഏതത് സമധീത പവിത്രം പരമം ശുചി സ പൂയേതാഹരഹർമാം ജ്ഞാനദീപേന ദർശയൻ. പൂയേതാഹരഹ ഹർമാം. അതെ, നീ 28 നീ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് 28 വായിക്കാം. യ ഏതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്ര ശൃണുയാൻ നരഃ മയി ഭക്തിം പരാം കുറുവൻ കർമ്മഭിർന്ന സബധ്യതേ. ഇനി കർമ്മബന്ധനം ഉണ്ടാവില്ല എന്ന്. യ നരഃ ഏതത്, ഏതൊരു മനുഷ്യൻ ഇതിനെ ശ്രദ്ധയാ അവ്യഗ്രഹ അല്ലേ, അതെ, ശ്രദ്ധയാ അവ്യഗ്രഹ, വളരെ ശ്രദ്ധയോടെ വേറെ മനസ്സിനെ വേറൊന്നിലേക്കും വ്യാപരിപ്പിക്കാതെ മയി എന്നിൽ പരാംഭക്തി ഉത്തമഭക്തിയെ കുറുവൻ വെച്ച് നിത്യം ശൃണുയത് എന്നും ശ്രവണം ചെയ്യുന്നുവോ സ അവൻ കർമ്മങ്ങളാൽ നിബദ്ധത, അയാൾക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല എന്ന്. അത് ഒക്കെ ഫലശ്രുതിയാണ് കേട്ടോ. ഏതൊരു സാധകനാണ് എന്നിൽ വളരെ ഭക്തിയോടുകൂടി ഇത് വളരെ ശ്രദ്ധയോടുകൂടി നിത്യവും ഇത് കേൾക്കണത്, ഈ ഭഗവാനും ഉത്തമനും തമ്മിലുള്ള സംവാദം ഏതൊരു സാധകനാണ് നല്ല ശാന്തമായിട്ട് ഒരു ബദ്ധപ്പാടൊന്നും ഇല്ലാതെ ഈ സംവാദത്തിന് ആരാണ് ശ്രദ്ധാപൂർവം കേൾക്കണ, ആ സാധകൻ്റെ എല്ലാ കർമ്മബന്ധനവും നശിക്കും എന്ന് പറയാണ്. അതായത് കർമ്മബന്ധനത്തിൽ നിന്നും മോചിതനായിത്തീരുന്നു. യ ഏതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്ര ശൃണുയാം നരഃ മയി ഭക്തിം പരാം കുറുവൻ കർമ്മഭിർന്ന സബധ്യതേ. 29. അപ്യുദ്ധവ ത്വയാ ബ്രഹ്മസഖേ സമവധാരിതം അപിതേ വിഗതോ മോഹ ശോകശ്ചാസൗ മനോഭവ. പിന്നെ പറയണ ഉദ്ധവന് പോവാറായി. സഖേ, ഹേ എൻ്റെ ഉത്തമമായിട്ടുള്ള സഖാവേ ഉദ്ധവ, ബ്രഹ്മത്തിനെ എന്താണ്, ബ്രഹ്മത്തിനെ ഹേ ഉദ്ധവ സഖേ ബ്രഹ്മ ത്വയാ സമവധാരിതം അഭി തേ മനോഭവ മോഹ ശോകശ്ച അഭിവിഗത. എന്താ പറയണേ? ഹേ ഉദ്ധവ, ബ്രഹ്മത്തിനെ നീ നല്ലപോലെ ആക്കിയെങ്കിൽ നിൻ്റെ അജ്ഞാനവും മനസ്സിലുള്ള ഈ ദുഃഖവും വിട്ടുപോയോ, അല്ല മനസ്സിലാക്കിയ നിൻ്റെ ഇത് വിട്ടുപോയോ ചോദിക്കുകയാണ്. നിൻ്റെ ദുഃഖം ഇപ്പം വളരെ വിഷമമുണ്ടായിരുന്നല്ലോ പോവാണ് എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഇപ്പം ഇതൊക്കെ കേട്ടില്ലേ? അപ്പോൾ ചോദിക്കുകയാണ് ഭഗവാനെ, പിന്നെ എന്താണ്, പ്രിയപ്പെട്ട ഉദ്ധവ, ഇപ്പോൾ ഈ ബ്രഹ്മരഹസ്യം നിനക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ? നിൻ്റെ മനസ്സിലത്തെ ആ മായാമോഹവും ദുഃഖവും അകന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിൻ്റെ വല്ലാത്ത ദുഃഖം പിന്നെ ഭയമൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്യുദ്ധവ ത്വയാ ബ്രഹ്മ സഖേ സമവധാരിതം അഭിതേ വിഗതോ മോഹ ശോകശ്ചാസൗ മനോഭവ. എല്ലാം പോയില്ലേ? നിൻ്റെ മനസ്സിൻ്റെ മോഹവും ദുഃഖവും ഒക്കെ പോയില്ലേ? അപ്പോൾ നീ 30. നൈതത്വയാ ദാംഭികായ നാസ്തികായ ഷഠായ ച അശുശ്രൂഷോരഭക്തായ ദുർവിനീതായ ദീയതാം. ഇത് അർഹിക്കാത്തവർക്ക് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കരുതെന്ന് പറയുകയാണ് ഭഗവാൻ. ദാംഭികായ, അതായത് ദംഭമുള്ളവരെ വെച്ചാൽ അഹങ്കാരമുള്ളവരും, നാസ്തികായ ഭക്തിയില്ലാത്തവരും, നാസ്തികന്മാർക്കും, ഷഠായ എപ്പോഴും എന്തെങ്കിലും പിന്നെ തമ്മിത്തലാൻ വരണവരെ ഇത് ശരിയല്ല പറയുക, നമ്മളെന്ത് പറഞ്ഞാലും യുക്തി പറഞ്ഞതല്ല പറയുക, അങ്ങനെയുള്ളവരോടും ശഠിക്കുന്നവരോടും, അശുശ്രൂഷോഹോ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർക്കും, അഭക്തായ ഭക്തിയില്ലാത്തവർക്കും, ദുർവിനീതായ ച വിനയമില്ലാത്തവർക്കും, ത്വയാ ഏതത് ഈ രഹസ്യം ഞാൻ മുമ്പ് ഇപ്പം നിനക്ക് പറഞ്ഞ ഈ ബ്രഹ്മരഹസ്യം നദീയതാം ഉപദേശിക്കരുത് കേട്ടോന്ന്. അർഹതയില്ലാത്തവർക്ക് ഇത് ഉപദേശിക്കരുതെന്നേ അർത്ഥമുള്ളൂ. അതായത് ഇതിനോട് ഭക്തിയും ആദരവും ഒന്നും ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? അതാണ് പറയണത്. നീ ഇത് അഹങ്കാരമുള്ളവനോ നാസ്തികനോ അല്ലെങ്കിൽ ഷഠന്മാർക്കോ
കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർക്കോ ഭക്തിയില്ലാത്തവർക്കോ വിനയമില്ലാത്തവർക്കോ ഉപദേശിക്കരുത്. ശരിയല്ലേ? അത് ഉപദേശിക്കാൻ പാടില്ല. നൈതത്വയാ ദാംഭികായ നാസ്തികായ ചഠായ ച അശുശ്രൂഷോരഭക്തായ ദുർവിനീതായ ദീയതാം ഏതൈർദോഷൈർവിഹീനായ ബ്രഹ്മണ്യായ പ്രിയായ ച സാധവേ ശുചയേ ബ്രൂയാത് ഭക്തി സ്യാത് ക്ഷൂദ്രയോഷിതാം. അപ്പം എന്താ ഇതിലെന്താ പറയണേ? ഏതൈഹി ദോഷൈഹി വിഹീതായ അല്ലേ? അല്ല, ദോഷവിഹീനം എന്നാണ്. ഏതൈഹി ദോഷൈഹി വിഹീനായ, ഈ ഇപ്പറഞ്ഞ ദോഷങ്ങൾ ഇല്ലാത്തവരും, അതായത് കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കരുതാ പറഞ്ഞുവരോ, അങ്ങനെ അല്ലാത്തവരും ബ്രഹ്മണ്യായ ബ്രാഹ്മണ ഭക്തനും ബ്രഹ്മജ്ഞാനികളെ ബഹുമാനമുള്ളവരും പ്രിയായ ഇഷ്ടമുള്ളവരും ശുചയെ പരിശുദ്ധന്മാരും സാധവെ സജ്ജനങ്ങളും ോടും ബ്രൂയാത് ഉപദേശിക്കണം. ഭക്തി ഹിസ്യാത് ഭക്തിയുണ്ടെങ്കിൽ ശൂദ്രയോഷിതാംശ ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഭക്തി ഉണ്ടെങ്കിൽ അവർക്കും ഉപദേശിക്കാം. ഭക്തി ഉള്ളവർക്ക് ആർക്കും ഉപദേശിക്കാം എന്നാണ് ഭഗവാൻ അവസാനം ഇതിൽ പറയണത്. ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഉപദേശിക്കരുതെന്നും. ശരിയാണ്, എത്ര ശരിയാണല്ലേ? അപ്പോൾ ഈ വക മുമ്പ് പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ലാത്ത ബ്രഹ്മജ്ഞാനികളെ ആദരവുള്ളവനും ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമുള്ളവനും നല്ല സജ്ജനങ്ങൾക്കും നല്ല ഭക്തിയുള്ള സ്ത്രീകൾക്കും ശൂദ്രർക്കും ഒക്കെ ഈ ബ്രഹ്മരഹസ്യം ഉപദേശിക്കാം. ഭക്തി മാത്രമേ ശരിക്ക് വേണ്ടൂ എന്നുള്ള ഒരു നിലയ്ക്കാണ് ഭഗവാൻ പറയുന്നത്. ഏതൈർ ദോഷൈർ വിഹീനായ, ഈ ദോഷങ്ങളില്ലാത്തവർക്കാണ്. ബ്രഹ്മണ്യായ പ്രിയായ ച ബ്രഹ്മജ്ഞാനികളെ ആദരവും സ്നേഹമുള്ളവർക്ക്. സാധവേ സജ്ജനങ്ങൾ. ശുചയെ പരിശുദ്ധന്മാർ. ബ്രൂയാത് ഭക്തി സ്യാത് ക്ഷൂദ്രയോഷിതാം ഭക്തിയുള്ള സ്ത്രീകളാണെങ്കിലും ശൂദ്രന്മാരാണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി നൈതദ്വിജ്ഞായ ജിജ്ഞാസോർ ജ്ഞാതവ്യം അവശിഷ്യതേ പീത്വാ പീയൂഷമൃതം പാതവ്യം നാവശിഷ്യതേ. 32. ജിജ്ഞാസോഹോ ജ്ഞാനത്തിൽ ആഗ്രഹം, അതായത് ജ്ഞാനം അറിയണമെന്ന് ആഗ്രഹമുള്ളവരും ഉള്ള ഒരാൾക്ക് ഏതദ് വിജ്ഞായ ഇതറിഞ്ഞതിന് ശേഷം ജ്ഞാതവ്യം അറിയപ്പെടേണ്ടതായിട്ട് വേറെ യാതൊന്നും അവശിഷ്യത ഇല്ല. ഇപ്പം നല്ല ജ്ഞാനത്തിന് മോഹമുള്ള ഒരാൾ ഇതറിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് അറിയേണ്ടതായിട്ടൊന്നുമില്ല. പീയൂഷം അമൃതം പീത്വ മധുരമായ അമൃതത്തെ പാനം ചെയ്ത ശേഷം പാനവ്യം പാനം ചെയ്യേണ്ടുന്ന അവശിഷ്യേ. നമുക്ക് പിന്നെ എന്താ, അമൃതം കുടിച്ചാൽ പിന്നെ കുടിക്കേണ്ടതായിട്ട് എന്താ ഉള്ളതാണ്? അതാണ് പറഞ്ഞത്. അമൃതം കിട്ടിയാൽ പിന്നെ കുടിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അൾട്ടിമേറ്റ് അല്ലേ അമൃതം? അതേപോലെ ഇത് അൾട്ടിമേറ്റ് ജ്ഞാനാണ്. ഇനി ഇതിലും പരമമായ ജ്ഞാനാണ്, ഇതിലും അപ്പുറത്തൊരു ജ്ഞാനമില്ല. അപ്പം ഇതറിഞ്ഞ ആൾക്ക് ഇനി അറിയേണ്ടതായിട്ടൊന്നുമില്ല. ഇപ്പം ബ്രഹ്മജ്ഞാനം അറിയണമെന്നൊരാഗ്രഹമുള്ള ഒരാൾക്ക് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഏതുപോലെ അമൃതം കിട്ടിയ ഒരാൾക്ക് ഇനി വേറൊരു ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കണം തോന്നുമോ? ഇല്ല. അതുപോലെയാണ് എന്നാണ് പറഞ്ഞത്. നൈതദ് വിജ്ഞായ ജിജ്ഞാസോർ ജ്ഞാതവ്യം അവശിഷ്യതേ പീത്വാ പീയൂഷമൃതം പാതവ്യം നാവശിഷ്യതേ. അതാണ് 32. നമുക്ക് 33 കൂടിയും ചെയ്ത് നിർത്താട്ടോ. അതായത് അറിയേണ്ടതായിട്ട് നമ്മൾ ഇനി ഉണ്ടോയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇനി അതൊക്കെ ഭക്തി ഇല്ലാത്തവർക്കേ ഉള്ളൂ. ഭക്തി ഉള്ളവർക്ക് ഈ ഒരു ജ്ഞാനം കയ്യിൽ കിട്ടിയ ഇനി എനിക്കും അറിയാനൊന്നുമില്ല എന്ന് ബോധ്യവും. അതായത് എല്ലാം അറിയേണ്ടത് അറിഞ്ഞു എന്നർത്ഥം. ഇനി 33 വായിക്കാം. ജ്ഞാനേ കർമ്മണി യോഗേജ വാർത്തായാം ദണ്ഡധാരണേ യാവാനർത്ഥോ നൃണാം തവാം സ്തേഹം ചതുർവിധ. അതെ, താവാം സ്തേഹം ചതുർവിധ എന്താണ്? ജ്ഞാനത്തിലും കർമ്മണി കർമ്മത്തിലും യോഗത്തിലും വാർത്തായാം, അതായത് നമ്മൾ ഈ കൃഷി അങ്ങനത്തെ വ്യാപാരങ്ങളിലും ദണ്ഡധാരണേന വെച്ചാൽ ദണ്ഡനീതിയിലും
അതായത് നമ്മൾ എന്താ ഒരു പോലീസ് ഓഫീസറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നൃണ മനുഷ്യന്മാർക്ക് യാവാൻ ചതുർവിധ അർത്ഥ ധർമാർത്ഥ കാമമോക്ഷം എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളുണ്ടോ താവാൻ അവയെല്ലാം ആയിട്ട് താതാഹേ ഉദ്ധവ ദേഹം നിനക്ക് ഞാനായിരിക്കുന്നു. എന്താണ് ഈ ഇതിൽ വളരെ ഒരു ഇതായിട്ടുള്ളതാണ് ഭഗവാൻ ഇതിൽ പറയണത്. എന്താണ് പറയണത് അറിയോ? ജ്ഞാനത്താൽ കിട്ടുന്ന മോക്ഷവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്ന ധർമ്മവും നമ്മളെ കാമം, അതായത് നമ്മൾ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും പറയുകയാണ്. അതായത് നമ്മൾ ഈ എന്താണ് സാധാരണ ലോകത്തിൽ ചെയ്യുന്ന യോഗം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കിട്ടുന്ന ആഗ്രഹങ്ങൾ നിവൃത്തിയുണ്ടല്ലോ, അതും പിന്നെ കൃഷി കച്ചവടം അതുകൊണ്ട് കിട്ടുന്ന അർത്ഥവും, അപ്പം 4 ആയില്ലോ. ജ്ഞാനം കൊണ്ട് മോക്ഷം, നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ധർമ്മം, വിഹിത കർമ്മങ്ങൾ, പിന്നെ സാധാരണ ജീവിതം കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുക, കൃഷി വ്യാപാരം മുതലായതുകൊണ്ട് ധർമ്മം അർത്ഥം, ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ഹേ ഉദ്ധവ നിനക്ക് എന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്നു. എന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രം ഉദ്ധവ ഈ 4 പുരുഷാർത്ഥങ്ങളും നിനക്ക് ലഭിക്കും എന്ന് പറയാണ് ഭഗവാൻ. അത് പ്രത്യേകം പറയണ്ട കേട്ടോ. അതാണ് 32 അല്ല അതെ അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇന്നിവിടെ കേട്ടോ. എന്താ വെച്ചാൽ സമയമായി, നമുക്ക് അതിൽ കുറച്ചും കൂടി ശരിക്കും പറയാനുണ്ട്. അത് ഞാൻ പിന്നെ അപ്പോൾ ഞാൻ ഈ കർമ്മണി യോഗേ ച വാർത്തായാം ദണ്ഡധാരണേ യാവാൻ അർത്ഥോ നൃണാം താവാം സ്നേഹം ചതുർവിധ. അപ്പം ഇത് മാത്രം നമ്മൾ പറഞ്ഞു നിർത്താം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കുറച്ച് വായിച്ചു, നാളെ പറയാം. അതായത് ധർമാർത്ഥ കാമമോക്ഷം ചതുർവിധമായിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, പിന്നെ പുരുഷാർത്ഥങ്ങളൊക്കെ സാധാരണ നമ്മൾ ജ്ഞാനം കൊണ്ട് മോക്ഷം, കർമ്മം കൊണ്ട് പിന്നെ നല്ല വിഹിത കർമ്മങ്ങളെ കൊണ്ട് ധർമ്മം, പിന്നെ എന്താ പറയുക ഈ കൃഷി വ്യാപാരം കൊണ്ട് അർത്ഥം, പിന്നെ സാധാരണ ജീവിതത്തിലത്തെ ഇതുകൊണ്ട് നമ്മൾ ആഗ്രഹം സാധിക്കുക എന്നൊക്കെയാണ് പറയുക. പക്ഷേ എന്നെ ആരാധിക്കുന്നത് കൊണ്ട് ഈ ധർമാർത്ഥ കാമമോക്ഷം 4 ഉദ്ധവ നിനക്ക് ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടാണ് നിർത്തണം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.